നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ജനകീയ നേതാവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ സ്മരണാർത്ഥം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഓരോ വർഷവും നടത്തിവരുന്ന EMSന്റെ ലോകം ദേശീയ സെമിനാർ ജൂൺ 13-14 തീയതികളിലായി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് EMS തന്റെ ജീവിതകാലത്ത് നടത്തിയ കാലോചിതവും കാര്യക്ഷമവുമായ സംവാദങ്ങൾക്കും ഇടപെടലുകൾക്കും ഇന്നത്തെ ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. കാലത്തിനും ചരിത്രത്തിനും മറയ്ക്കാനോ മായ്ക്കാനോ ആവാത്ത നാമമാണ് EMSൻ്റേത്. ആദ്യം സ്വന്തം സമുദായത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ EMS പിന്നീട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായി നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമായി മാറുകയായിരുന്നു. EMSൻ്റെ ജന്മദിനമാണ് ജൂൺ 13. നവകേരളത്തിന് അടിത്തറയിട്ട ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് രൂപം നൽകിയത് EMS നേതൃത്വം നൽകിയ സർക്കാരാണ്. അദ്ദേഹം അന്തരിച്ച 1998 മുതൽ ജന്മദിനത്തിൻ്റെ ഭാഗമായി EMSൻ്റെ ലോകമെന്ന തലക്കെട്ടിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായാണ് ഓരോ വർഷവും സെമിനാർ നടക്കാറുള്ളത്. ഈ വർഷം ജൂൺ 13-14 തീയതികളിലായി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് ലോകം ഇന്ത്യ കേരളം EMSന് ശേഷം എന്ന തലക്കെട്ടിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പ്രഭാഷണങ്ങൾ നടത്തും. ജില്ലയുടെയും കേരളത്തിൻ്റെയും മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള 1500 പേരാണ് ഇതിനകം സെമിനാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 രാവിലെ 10 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. KN കുഞ്ഞഹമ്മദ് EMS സ്മാരക പ്രഭാഷണം നടത്തും. ട്രസ്റ്റ് സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. EMSൻ്റെ ലോകം ദേശീയ സെമിനാർ ജൂൺ 13-14 തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. 27ാമത് സെമിനാറാണ് നാളെ നടക്കാൻ പോകുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MV ഗോവിന്ദ മാഷാണ്. EMS സ്മാരക പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ KN കുഞ്ഞഹമ്മദാണ്. മുഖ്യാതിഥിയായി സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയും രാവിലെ പങ്കെടുക്കുന്നുണ്ട്. ഉച്ച മുതലാണ് സെമിനാർ സെഷനുകൾ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പുതുലോകക്രമവും ശീതയുദ്ധവും എന്ന വിഷയത്തിലാണ് ആദ്യ സെമിനാർ നടക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, സാമ്പത്തിക വിദഗ്ധനും സംസ്ഥാന ആസൂത്രണ ബോർഡ് മുൻ ഉപാധ്യക്ഷനുമായ പ്രൊഫസർ പ്രഭാത് പട്നായിക്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N സുകന്യ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കും. വൈകിട്ട് 6 മണിക്ക് EK അയമുവിൻ്റെ ജീവിതം പ്രമേയമായ ചോപ്പ് എന്ന സിനിമയുടെ പ്രദർശനം നടക്കും. 14-ന് 2 വേദികളിലായാണ് സെമിനാർ നടക്കുക. രാവിലെ 9:30 പ്രധാന വേദിയിൽ ദേശീയ രാഷ്ട്രീയം EMSന് ശേഷം എന്ന സെമിനാർ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത, ഡോക്ടർ KN ഗണേഷ്, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കും. രണ്ടാമത്തെ വേദിയിൽ രാവിലെ 9:30 കേരളം EMSന് ശേഷം എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MB രാജേഷ്, പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കൊളാടി, പ്രൊഫസർ MM നാരായണൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് 1ാമത്തെ വേദിയിൽ സ്വത്വം, ശാസ്ത്രം, രാഷ്ട്രീയം എന്ന വിഷയത്തിലുള്ള സെമിനാർ CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ, ഡോക്ടർ അനിൽ ചേലേമ്പ്ര, ഡോക്ടർ അബ്ദുൾ റസാഖ് എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കും. 2ാമത്തെ വേദിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മാധ്യമങ്ങളുടെ വർത്തമാനം എന്ന വിഷയത്തിലുള്ള സെമിനാറാണ് നടക്കുക. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകരായ വെങ്കടേഷ് രാമകൃഷ്ണൻ, TM ഹർഷൻ, മനില C മോഹൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കും. സംഘാടക സമിതി ചെയർമാൻ V ശശികുമാർ, കൺവീനർ V രമേശൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം C ദിവാകരൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP മോഹനൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K ശ്യാംപ്രസാദ്, CPIM ഏരിയ സെക്രട്ടറി
ഇ രാജേഷ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.